ഹായ് ഗൈസ്, ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ അത് നിങ്ങൾക്ക് ഒന്ന് പറയാം. അത് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഞങ്ങളുടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, എൻ്റെ വീടിനൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഒരു പഴയ ഔട്ട് ഹൗസാണ്. ഈ ഔട്ട് ഹൗസിൽ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആളുകൾ ഒരു കൺസേൺ പറഞ്ഞു. അത് ഇതാണ്: അവരുടെ കിച്ചണിൽ വല്ലാത്ത സ്മെല്ല് വരുന്നു. അവരെത്ര ക്ലീൻ ചെയ്തിട്ടും സ്മെല്ല് വരുന്നു. സിങ്കിൻ്റെ ഭാഗത്ത് നോക്കിയപ്പോൾ സിങ്കിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, സിങ്കിൻ്റെ ഭാഗത്ത് നല്ല സ്മെല്ല് വരുന്നത്. ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്ന ഭാഗത്തു നിന്നാണ് സ്മെല്ല് വരുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ സ്മെല്ലാണോ എന്ന് അവർ നോക്കി. പക്ഷേ ഗ്യാസിൻ്റെ കണക്ഷനിലെല്ലാം വളരെ പ്രോപ്പറാണ്. ഗ്യാസിൻ്റെ സ്മെല്ലല്ല. അതുമാത്രമല്ല, ഗ്യാസിൻ്റെ സ്മെല്ല് പോലത്തെ ഒരു സ്മെല്ലല്ല വരുന്നത്. ഒരു ഫൗൾ സ്മെല്ല് ഓടയിൽ നിന്ന് വരുന്ന പോലെയൊക്കെ വരുന്നു. എന്തായാലും ഞാൻ പോയി നോക്കിയപ്പം മനസ്സിലായത്, ഞാനിവിടെ വീഡിയോ കാണിക്കാം. ഞാനതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അത് നമ്മളതിൻ്റെ അടിഭാഗം വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് അലുമിനിയം സ്ലൈഡിംഗ് ഡോർ വെച്ചിട്ടാണ്. അതിൻ്റെ കബോർഡ്, കിച്ചൺ ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ സ്ലൈഡിംഗ് ഡോർ വെച്ചിട്ടാണ്. അപ്പോൾ ഇവർ അടുപ്പത്ത് പാല് വെച്ച സമയത്ത് ഈ പാൽ ഒരിക്കൽ തിളച്ചു പോയി. അതായത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് പാല് തിളച്ചു പോയ സമയത്ത് ഇത് ഈ അലുമിനിയം സ്ലൈഡിംഗ് ഡോറിൻ്റെ ചാനലിനകത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് സത്യത്തിൽ അത് നോക്കിയപ്പോൾ അതിനകത്ത് പുഴു ഉണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അത് ക്ലീൻ ചെയ്യാൻ വലിയ പാടാണ്. ഞാനതിവിടെ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇനി ആരെങ്കിലും ചെയ്യുമ്പം സ്ലൈഡിംഗ് ഡോറുകൾ പരമാവധി ഒഴിവാക്കുക. അലുമിനിയം വേറെ പ്രശ്നമൊന്നുമില്ല, ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ്. ഡോറുകൾ ചെയ്താൽ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് സ്ലൈഡിംഗ് ഡോറ്. ഈ സ്ലൈഡിംഗ് ഡോറ് ഇപ്പോൾ അത് കണ്ട, അതിനോട് ഈച്ച വരെ വന്നിട്ടുണ്ട് ഇവിടെ. അവർക്കത് കൺട്രോൾ ചെയ്യാൻ അവർക്ക് അറിയില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ലാത്തതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പം ഈ ഡോറിൻ്റെ അടിഭാഗത്തൊരു ചാനലുണ്ട്. ആ ചാനലിൽ വന്നിരുന്ന അഴുക്കൊക്കെ അവർ ക്ലീൻ ചെയ്ത് കളഞ്ഞിരുന്നു. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഈ ചാനൽ സ്ലൈഡ് ചെയ്ത് പോകാൻ രണ്ട് ഇതുണ്ടാവും. അതായത് മുകളിലൊരു ചാനലുണ്ടാവും, താഴെ ഒരു ചാനലുണ്ടാവും. ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഭാഗം, ഈ ഡോറിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് കണ്ടോ, വൈറ്റായിട്ട് നിങ്ങൾ കാണുന്ന ഈ ഭാഗത്ത്, അതിനകത്ത് വരുന്ന പാല് ഇപ്പം ഞാൻ കുറച്ച് ക്ലീൻ ചെയ്യിച്ചു. പക്ഷേ എന്നാലും കാണാൻ പറ്റും ഇതിനകത്തോടെ മുഴുവനുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് ചെറിയ പുഴുക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ പാല് എൻ്റെ കുറേ ദിവസമായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് വരുന്നത് ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഇതിനപ്പുറത്തും ഉണ്ടാവും, ഓപ്പോസിറ്റ് അകത്തും ഉണ്ടാവും, ഇൻസൈഡിലും ഉണ്ടാവും. ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സ്ലൈഡിംഗ് ഡോറുകൾ പരമാവധി ഒഴിവാക്കുക. പകരം ഓപ്പൺ ചെയ്യുന്ന ഡോറുകൾ ഒരു കുഴപ്പവുമില്ല. അലുമിനിയം ഡോർസ് ആണെങ്കിൽ പോലും അത് ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറവാണ്. അതുകൂടാതെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഡോറുകളാണെങ്കിൽ അതിനിടയ്ക്ക് അഴുക്ക് പിടിക്കാനും ഉള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. ദെൻ ഓൾ ദി ബെസ്റ്റ്.